ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കാച്ചി ക്യാമറ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ക്രിയേറ്റീവ് മൊബൈൽ ഫോട്ടോഗ്രാഫി പാർട്ട് 4 ആണ്. സോ ഗായ്സ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഫോട്ടോസ് ഡേ ഇതൊക്കെയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പിക്ക് ദേ ഇതാണ്. ഇതിന് നമുക്ക് അത്ര വലിയ ആക്സസറീസ് ഒന്നും വേണ്ട, ഒരു മോതിരം മാത്രം മതി. നമ്മൾ ഈ മോതിരം ആകാശത്തേക്ക് പിടിച്ച് ഇതുപോലത്തെ ഒരു ഫോട്ടോ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ പിക്സാർട്ടിക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ ടൂൾസിൽ അഡ്ജസ്റ്റിൽ പോയിട്ട് എല്ലാം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈയൊക്കെ വൃത്തികേടായി. അതിനായിട്ടാണ് ഇവിടെ ഒരു ഇറേസറിൻ്റെ ടൂളുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കൈ മാത്രം ഇറേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈമ വന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഫുള്ളും നമ്മുടെ സാധാരണ പിക്കിലത്തെ പോലെയും. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് ക്രോമിൽ നിന്നൊരു പിക്ചർ ഡൗൺലോഡ് ചെയ്യണം. ഒരു എയറോപ്ലെയിൻ PNG അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ നമ്മൾ പിക്ചർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്തിട്ട് അത് നല്ലോണം അതിൻ്റെ സൈസ് കുറച്ച് നമ്മുടെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro, don't waste your time no more. Who the fuck are you to tell me what to do? I don't give a damn if you say you disapprove. I'm gonna make my move, I'm gonna make it soon. And I'll do it cause it's what I wanna fucking do. Cause all these opinions and all these positions, they come in millions, they blocking your vision. But no, you can't listen, that shit is all fiction. Cause you hold the power as long as you're dreaming. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നാപ്സീഡിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്ക് അവസാനം ഇതുപോലെ കിട്ടി. സോ നമ്മൾ രണ്ടാമത് എടുക്കാൻ പോകുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ ഇതാണ്. ഇതെടുക്കാനായിട്ട് നമുക്കൊരു ലേസിൻ്റെ പാക്കറ്റ് മാത്രം മതി. അതിനായിട്ട് നമ്മൾ ലേസിൻ്റെ മുകളിലത്തെ ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടിയിലൊരു ചെറിയ ഹോൾ ഇടുക ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലിട്ട ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ എത്തിച്ച് നോക്കാൻ പറയുക. അത് കഴിഞ്ഞിട്ട് കുറേ ലേസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് ഒരു ലേസ് കയ്യിൽ പിടിച്ച് ഇതുപോലെ പിടിച്ച് നിൽക്കണമായിട്ട് ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത പിക്ക് നേരെ സ്നാപ്സീഡിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അവിടെ ട്യൂൺസിൽ പോയിട്ട് നമ്മുടെ ഇമേജ് ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടൂൾസിൽ തന്നെ ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ എക്സ്പോസർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ 0.3 ആക്കിയിട്ടിട്ട് നമ്മുടെ ഫേസും നമ്മുടെ കൈയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നേരെ എക്സ്പോർട്ട് ചെയ്യാം. അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയാണ്. ഇതെടുക്കാനായിട്ട് നമുക്കൊരു ഇയർഫോണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ എടുക്കാം. Through the highways till my shadow turns to sun rays and on
അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ ഇയർഫോൺ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഇയർഫോൺ മാത്രം ഇവിടെ നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ട് അതുമേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഇയർഫോൺ മാറ്റി ആ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഇന്ന് ഫോട്ടോ എടുത്ത് വെക്കുക. നമുക്ക് കിട്ടിയ ഫോട്ടോ ഇതാണ്. ഈ ഫോട്ടോയാണ് നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഈ പിക്ക് സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യാം. പിക്കല്ല, സോറി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ ടൂൾസിൽ ട്യൂൺ ഇമേജിൽ പോയിട്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, നല്ലോണം ഡാർക്ക് ആവുന്ന രീതിയിൽ. ട്യൂണെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ ടൂൾസിൽ തന്നെ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അവിടെ ലൈൻസ് ആക്കിയിട്ടിട്ട് ട്രാൻസാക്ഷൻ നല്ലോണം കുറച്ചിട്ടിട്ട് അതൊന്ന് നല്ലോണം ചുരുക്കി ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ വിഗ്നിറ്റിയും ബ്ലർ സ്ട്രെങ്ത്തും ഒക്കെ ഒന്ന് നല്ലോണം കൂട്ടിയിടുക. അപ്പോൾ നമ്മുടെ പിക്ക് അവസാനം ഇതുപോലെ കിട്ടും. എന്നിട്ട് ഡബിൾ എക്സ്പോഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എടുത്തു വെച്ച പിക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷൻ സെലക്ട് ചെയ്ത പെൻസിലിൻ്റെ ചിഹ്നം സെലക്ട് ചെയ്തിട്ട് നമ്മളിത് ഇൻവേർട്ട് കൊടുക്കുക. എന്നിട്ട് ഡബിൾ എക്സ്പോഷൻ നല്ലോണം 0 ആക്കി ഇട്ടിട്ട് ആ നമ്മുടെ കൈയും ആ ഇയർഫോൺ മാത്രം അതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം ഫുള്ളും ഇറേസ് ചെയ്ത് കളയുക. നമ്മൾ ബ്ലർ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ അവിടെ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ ഏത് പാട്ടിൻ്റെ ലിറിക്സാണ് വെക്കാൻ പോകുന്നത് ആ പാട്ടിൻ്റെ ലിറിക്സ് ഓരോ വരികളായിട്ട് ആദ്യം തന്നെ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം ചെറുതാക്കിയിട്ട് ഇയർഫോണിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് ടിക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ വരി വയ്ക്കാൻ. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro. Don't waste your time no more. Who the fuck are you to tell me what to do? I don't give a damn if you say you disapprove. I'm gonna make my move, I'm gonna make it soon. And I'll do it cause it's what I wanna fucking do. Cause all these opinions and all these positions, they come in millions, they block it. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നേരെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിക്ക് അവസാനം നമുക്കിത് ഇതുപോലെ കിട്ടും. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്ത പിക്ചേഴ്സ്. ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ തന്നെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ പൊന്തി വരും, അതൊന്ന് ടപ്പിന്ന് ഇടിച്ച് പൊട്ടിച്ച് ഓളിലിട്ട് വെക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.